ഓരോ ജിമ്മിലും എനിക്ക് ഇത്ര വെയിറ്റ് പൊക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വീഡിയോസ് ഇടുന്നു. ഒരാള് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി മറ്റൊരാൾ വീഡിയോ ഇടുന്നു. പക്ഷെ അതിൽ ഞാൻ കാണുന്നത് ഇപ്പൊ മുമ്പത്തേക്കാളും ഇങ്ങനെ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് റീൽസോ അല്ലെങ്കിൽ കോണ്ടന്റ്സ് വരുന്നതുകൊണ്ട് ഇത് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയാലും പുതിയ ആൾക്കാരൊക്കെ ആയാലും ഫിറ്റ്നസിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിനൊക്കെ മെയിൻ ഫാക്ടർ ഇപ്പോൾ ഈ റിലേറ്റഡ് കോണ്ടന്റ് ആണ്. പക്ഷെ ഇതിൽ വേറെ പ്രശ്നം എന്താ പറയുക വെച്ചാൽ ആൾക്കാർ ഈ ഒരു ഈഗോ ലിഫ്റ്റിംഗ് പരിപാടി കുറച്ചുകൂടിയും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഈ ഈഗോ ലിഫ്റ്റിംഗ് ഞാൻ ഇത്ര വെയിറ്റ് എടുത്തു, അപ്പോൾ മറ്റുള്ള ഇതിലേറെ വെയിറ്റ് എടുത്തു, ഇതിൽ ഫോം എന്താണ്, ഇത് കറക്റ്റ് ഫോമിലാണോ ടെക്നിക്കലാണോ വെയിറ്റ് എടുക്കുന്നത്, ഇതൊന്നും നോക്കില്ല. അപ്പോൾ ഇതിൽ ഈഗോ ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ഇഞ്ചുറീസ് വരും. ജസ്റ്റ് ഒരു റീൽ കോണ്ടന്റിന് വേണ്ടി നമ്മളിപ്പോൾ ഇതുപോലെ വീഡിയോസ് എടുക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് പിന്നെ അത് ഭയങ്കരമായിട്ട് ഒരു ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയണമെന്നില്ല. എക്സാക്ട്ലി. അപ്പോൾ ഇതിന് കറക്റ്റ് ഫോം അല്ലാണ്ട് 100 കിലോ അല്ലെങ്കിൽ ഫുൾ വെയിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫോം കറക്റ്റ് ആണ് അല്ലെങ്കിൽ അവരുടെ ഫിറ്റ്നസ് ലെവൽ അത്രയും സ്ട്രോങ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് കണ്ടിട്ട് ഫോം അല്ലാണ്ട് വെറുതെ കോണ്ടന്റിന് വേണ്ടി എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. അതായത് ഈഗോ എന്ന് പറയുന്നത് ഫിറ്റ്നസ് കൾച്ചറിന്റെ ഭാഗമാവരുത് ഒരിക്കലും. എക്സാക്ട്ലി.